ചേട്ടനോട് പാലായിലെ തെരഞ്ഞെടുപ്പിൻ്റെ പൾസ് എന്ന് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ 48 വർഷമായി അല്ല ഈ ബിസിനസ് തുടങ്ങിയിട്ട്? 42. ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്നാ പറയാനുള്ളത്? നിയമസഭ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 1987 KTUC പ്രസ്ഥാനം പാലാ ഉണ്ടാക്കിയ ആളാണ് ഞാൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞാൻ ഇവിടെ വരുന്ന ആൾക്കാരുടെ മുഴുവൻ ചോദിക്കുകയും അത് എങ്ങനെയുണ്ട് എന്തൊക്കെ ചോദിക്കുകയും അവരെന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ എന്നാലും മാനസാറിൻ്റെ മകനല്ല ഈ പ്രാവശ്യം ജയിക്കട്ടെ എന്നാണ് അവരോട് പറഞ്ഞത്. എൻ്റെ കണക്ക് കൊണ്ടനുസരിച്ച് ജോസ് കെ മാണി പാലായി ജയിച്ചാൽ LDFന് ഭരണം കിട്ടും എന്നാണ് പറയുന്നത്. കിട്ടിയാൽ പാലാ പുള്ളി സ്വപ്നമാക്കും, അതായത് സ്വർഗമാക്കും പുള്ളി. അതുപോലെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കോട്ടയം പാർലമെൻറ്റിൽ നിന്ന് ജയിക്കുകയും അന്ന് സമ്പത്തും ജോസ് കെ മാണിയും 2 പേരാണ് MP മാരുണ്ടായിരുന്നത് നമുക്ക്. അത് ജോസ് കെ മാണി ചെയ്ത വികസനം പറഞ്ഞാൽ എണ്ണിത്തീരാത്ത വികസനങ്ങളാണ് ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. പാലായില് ഈ ബൈപ്പാസ് റോഡും ഈ ഉഴവൂർ എറണാകുളം പിറവം ഈ റോഡുകളും ജോസ് കെ മാണിയുടെ കഴിവ് നല്ല പങ്ക് അതിൻ്റെ തൊണ്ട് കാണും. അന്ന് മാനസാർ MLA ആയിരുന്നു. 2 പേരും കൂടിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി സാറിലൂടെ വന്നപ്പോ ടോണിച്ചേട്ടന് ചെവിയിൽ ഏതാണ്ട് ജോസ് കെ മാണി ഇവിടെ വന്നപ്പോ ഞാനിപ്പോ പലസിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ജോസ് കെ മാണി പാലായിൽ എന്റെ കണക്ക് ശരിയാണെങ്കിൽ തെറ്റാം ശരിയാ, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ലോ, ശരിയാകും തെറ്റാ ഇതുവരെ അത് പാലിച്ച സംഭവിച്ചിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ 6000-നും 4000-നും ഇടയ്ക്ക് വോട്ടിന് ജോസ് കെ മാണി ജയിക്കും എന്നുള്ള ഉറപ്പുള്ള കാര്യം. ഒരു ചെറിയ തോതിലൊക്കെ പറ്റിയിട്ടുണ്ട്, അത് കൂട്ടിമുട്ടിച്ചിട്ടില്ല. നാക്കൊണ്ടുള്ളൊക്കെ തോറ്റുപാടാ കുടിക്കുക. അല്ല അതിനുള്ള ഞാൻ പറ്റാ, അവിടെയൊന്നും നമുക്കില്ലല്ലോ. എന്നായാലും വെള്ള ജോസ് കെ മാണി പാലായി ജയിക്കും, ന്യായമായ ഭൂരിപക്ഷത്തിൽ ജയിക്കും. 10 ജോസ് കെ മാണി 8-നും 10 എല്ലാവരും പറയും 10-ഉം 14-ഉം പനി കിട്ടിയാൽ കൊള്ളാം. 6-ന് മുകളിലേക്ക് 4-നും 5-നും ഒക്കെ മുകളിലേക്ക് വേണമെങ്കിൽ ജോസ് കെ മാണി കടന്നു പോകും. ജയിച്ചാൽ നമുക്ക് ജയിച്ചാന്നല്ലോ. എന്തായാലും ജോസ് കെ മാണിയെ പാലായി ജയിപ്പിച്ച് നമുക്കൊരു മന്ത്രിയാക്കണം. LDFന് ഭരണം കിട്ടും. ചാനൽ കണ്ടിട്ട് LDF 30-30 എന്നാലും ഏതാണ്ട് ജയിക്കുന്ന ലക്ഷണമാണ്. LDF അധികാരത്തിൽ വരുന്ന രീതിയിലാണ്. അങ്ങനെയാണെങ്കിൽ പുള്ളി മന്ത്രിയായിരിക്കും. മന്ത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ വികസനം വളരെയധികം മുന്നോട്ട് പോകും. ഏതായാലും ജയം ഉറപ്പ്, 100% ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ജയം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഒതുങ്ങിയിരിക്കരുത്. അതെ, വികസനം എന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങനെയൊന്നും അല്ല. വികസനം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞാനിപ്പോ പറയാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നോക്കണം. ജനങ്ങളുമായിട്ട് സാധാരണക്കാരന് ഒരുപാടുണ്ട്. പാലായിൽ 70% സാധാരണക്കാരാ. അവരുമായിട്ട് ബന്ധപ്പെട്ട സാറെങ്ങനെയായിരുന്നു പേരറിയാത്ത പേര് മാറ്റി വിളിച്ച് തോളെ കൈയിട്ട് പിന്നെ ഇലക്ഷനൊക്കെ വരുമ്പം സാറിന്റെ ഇലക്ഷനൊക്കെ ഞാൻ KTUC വന്ന പിന്നെ ഇലക്ഷന് ഒരു മാസം മുമ്പൊക്കെ സാറ് എന്നെ വിളിപ്പിക്കുമായിരുന്നു. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലുകയും സാറ് ടോമി അതെ എന്നെ വിളിക്കുക, എടാ ടോമി നീ പോകരുത് ബിരി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ടേ. എടാ നമ്മൾ എങ്ങനെ ഉണ്ടാ ഇലക്ഷൻ, നമുക്ക് എവിടെയാണ് കുഴപ്പം? അപ്പൊ സാറിന് സംഗതം കുഴപ്പമുണ്ട് ഞാൻ പറയട്ടെ എന്ന് സാറിന് ചോദിക്കാറുണ്ട്. നീ പറഞ്ഞോട്ടെ ധൈര്യമായിട്ട്, എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ് എന്ന് സാറിനോട് പറയാറുണ്ട്. അന്നേരം ഞാൻ സാറേ നമുക്ക് 2000 വോട്ടിന്റെ കുറവുണ്ട് എന്റെ കണക്കില്. ആ 2000 വോട്ട് പിടിക്കണം. 1000 വോട്ട് മുകളിൽ പിടിച്ചാൽ മതി. അത് പിടിക്കണം. പിടിഞ്ഞ് എന്ത് ചെയ്യണം അതേപോലെ ചെയ്യും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യണം അത് ഞാൻ കണ്ടു അറിയത്തുള്ളൂ. അല്ല അത് തീർച്ചയല്ല. സൂക്ഷിക്കണം, പിടിക്കണം. അതൊക്കെ അപ്പൻ്റെ മകനാണല്ലോ, എല്ലാം അറിയാമല്ലോ. ഇത്രേ പുള്ളിക്ക് പറ്റുള്ളൂ. പക്ഷെ പുള്ളി തൊഴിലാളികളുമായിട്ട് നല്ലൊരു സമ്പർക്കം പുലർത്തണം. ജോസിനെ ചുരുക്കത്തിൽ പറയട്ടെ, ജോസ് കെ മാണി പാലായി ജയിപ്പിക്കും. ഞാൻ പറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പുള്ളി ജയിക്കും, ബാക്കി സംശയം ഉണ്ടാകും. എല്ലാവിധ ആശംസകളും. ജോസ് കെ മാണി സാർ ജയിക്കട്ടെ. സാധിക്കട്ടെ. താങ്ക് യു. 102-110%.
ഇത്രയും വിവരണം തന്നതിൽ വളരെ സന്തോഷം.